കൊച്ചി വാർത്താ ചാനലിലേക്ക് സ്വാഗതം. 7 ഘട്ടങ്ങളിലായി ജൂൺ 4 വരെ നീണ്ടുനിൽക്കുന്നതാണ് ഈ വർഷത്തെ ലോക്സഭാ തിരഞ്ഞെടുപ്പ് പ്രക്രിയ. തിരഞ്ഞെടുപ്പ് 4ാം ഘട്ടത്തിൽ എത്തി നിൽക്കുകയാണ്. ഇന്നാണ് 4ാം ഘട്ടത്തിലെ 9 സംസ്ഥാനങ്ങളിലും ജമ്മു കാശ്മീരിലുമായുള്ള 96 സീറ്റുകളിലും വോട്ടിംഗ് നടത്തുക. ആന്ധ്രാപ്രദേശ്, തെലങ്കാന സംസ്ഥാനങ്ങളിലെ മുഴുവൻ സീറ്റുകളിലേക്കും 4ാം ഘട്ടത്തിലാണ് വോട്ടെടുപ്പ് നടക്കുന്നത്. ആകെ 1717 സ്ഥാനാർത്ഥികളാണ് ഈ ഘട്ടത്തിൽ മത്സര രംഗത്തുള്ളത്. 4ാം ഘട്ടത്തിൽ ജനവിധി തേടുന്ന പ്രമുഖർ ആരൊക്കെയെന്ന് നോക്കാം. അഖിലേഷ് യാദവ്. സമാജ്വാദി പാർട്ടി അധ്യക്ഷൻ അഖിലേഷ് യാദവ് ജനവിധി തേടുന്നത് 4ാം ഘട്ടത്തിലാണ്. ഉത്തർപ്രദേശിലെ കനൌജാണ് മണ്ഡലം. BJP നേതാവ് സുബ്രത് പാഠക്കും BSPയുടെ ഇമ്രാൻ ബെൻസാഫറുമാണ് അഖിലേഷ് യാദവിന്റെ പ്രധാന എതിരാളികൾ. 2000 മുതൽ 2012 വരെ അഖിലേഷിന്റെ സിറ്റിംഗ് സീറ്റായിരുന്നു കനൌജ്. 2012-ൽ ഉത്തർപ്രദേശ് മുഖ്യമന്ത്രിയായതിനു പിന്നാലെയാണ് കനൌജ് MP സ്ഥാനം അഖിലേഷ് യാദവ് രാജിവെച്ചത്. എല്ലാ കാലത്തും യാദവ് കുടുംബത്തിന്റെ ശക്തമായ കോട്ടയായിരുന്നു കനൌജ്. 2019-ൽ BJPയാണ് കനൌജിൽ ജയിച്ചത്. മഹുവ മൊയ്ത്ര. തൃണമൂൽ കോൺഗ്രസിന്റെ തീപ്പൊരി നേതാവ് മഹുവ മൊയ്ത്രയാണ് അടുത്തത്. പശ്ചിമ ബംഗാളിലെ കൃഷ്ണനഗർ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിയാണ് മഹുവ. BJPയുടെ അമൃത റോയാണ് പ്രധാന എതിരാളി. കൃഷ്ണനഗറിലെ രാജകുടുംബത്തിൽപ്പെട്ടയാളാണ് അമൃത റോയ്. 2019 ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ 6 ലക്ഷത്തിൽ പരം വോട്ടുകൾ നേടിയാണ് മഹുവ ഈ സീറ്റിൽ നിന്ന് വിജയിച്ചത്. ചോദ്യത്തിന് പണം വാങ്ങിയെന്ന ആരോപണത്തിനുമേൽ അടുത്തിടെ പാർലമെന്റിൽ നിന്ന് പുറത്താക്കപ്പെട്ടിരുന്നു. പാർലമെന്റിൽ BJPക്കെതിരെ എന്നും ശക്തമായ ചോദ്യങ്ങൾ ഉയർത്തിയിരുന്ന നേതാവായിരുന്നു മഹുവ. അധീർ രഞ്ജൻ ചൗധരി. പശ്ചിമ ബംഗാളിലെ ബഹ്റാംപൂർ മണ്ഡലത്തിൽ നിന്നാണ് കോൺഗ്രസ് നേതാവ് അധീർ രഞ്ജൻ ചൗധരി ജനവിധി തേടുന്നത്. പശ്ചിമ ബംഗാൾ കോൺഗ്രസിന്റെ പ്രസിഡന്റും 5 തവണ MP-യുമാണ് അധീർ രഞ്ജൻ ചൗധരി. ബഹ്റാംപൂരിലെ ശക്തനായ നേതാവായ അധീർ രഞ്ജൻ ചൗധരി ബഹ്റാംപൂർ സിറ്റിംഗ് MP കൂടിയാണ്. BJPയും കോൺഗ്രസും തൃണമൂലും തമ്മിലാണ് മണ്ഡലത്തിൽ മത്സരം. ലോകകപ്പ് ജേതാവായ ക്രിക്കറ്റ് താരം യൂസഫ് പത്താനാണ് തൃണമൂൽ സ്ഥാനാർത്ഥി. പ്രശസ്തനായ സർജൻ ഡോക്ടർ നിർമ്മൽ കുമാർ സാഹ ആണ് BJP സ്ഥാനാർത്ഥി. 2009 മുതൽ 2019 വരെ അധീർ രഞ്ജൻ ചൗധരിയാണ് മണ്ഡലത്തിൽ നിന്ന് വിജയിച്ചത്. ശത്രുഘ്നൻ സിൻഹ. പശ്ചിമ ബംഗാളിലെ ആൻസോളിൽ നിന്ന് തൃണമൂൽ ടിക്കറ്റിലാണ് പ്രശസ്ത ബോളിവുഡ് നടൻ ശത്രുഘ്നൻ സിൻഹ ജനവിധി തേടുന്നത്. നേരത്തെ BJPയിലായിരുന്ന ശത്രുഘ്നൻ പിന്നീട് കോൺഗ്രസിലേക്കും അവിടെ നിന്ന് തൃണമൂലിലേക്കും കൂടുമാറുകയായിരുന്നു. 2022-ലെ ഉപതിരഞ്ഞെടുപ്പിൽ 56%-ലധികം വോട്ടുകൾ നേടിയാണ് സിൻഹ വിജയിച്ചത്. നേരത്തെ 3 തവണ MP ആയിരുന്നു അദ്ദേഹം. മുതിർന്ന BJP നേതാവും മുൻ കേന്ദ്രമന്ത്രിയുമായ സുരേന്ദ്രജിത് സിംഗ് അലുവാലിയയാണ് എതിർ സ്ഥാനാർത്ഥി. YS ഷർമിള. ദക്ഷിണേന്ത്യയിലേക്ക് വരുമ്പോൾ ആന്ധ്രാപ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് YS ഷർമിള ഒരു പ്രമുഖ സ്ഥാനാർത്ഥിയാണ്. കടപ്പയിൽ നിന്നാണ് YS ഷർമിള ജനവിധി തേടുന്നത്. അന്തരിച്ച മുൻ ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രി YS രാജശേഖര റെഡ്ഡിയുടെ മകളാണ് YS ഷർമിള. ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രി YS ജഗൻ റെഡ്ഡിയുടെ സഹോദരി കൂടിയാണ് ഷർമിള. എന്നാൽ 2021-ൽ ഇരുവരും രാഷ്ട്രീയമായി വേർപിരിയുകയും ഷർമിള തെലങ്കാനയിലേക്ക് കൂടുമാറുകയും ചെയ്തു. ഷർമിളയുടെ YSR തെലങ്കാന പാർട്ടി ഈ വർഷം ജനുവരിയിൽ കോൺഗ്രസുമായി ലയിച്ചിരുന്നു.